അസ്സലാമു അലൈക്കും മക്കളെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? ക്ലാസ്സുകളൊക്കെ കാണലില്ലേ? മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കണോ? അപ്പം ഇന്ന് നമുക്ക് എടുക്കാനുള്ളത് 4ാമത്തെ ചാപ്റ്ററാണ്, സംസ്കാരവും സാമൂഹ്യവൽക്കരണവും എന്ന പുതിയ ചാപ്റ്ററാണ് കേട്ടോ. അപ്പം അതിൽ നമ്മൾ ആദ്യം തന്നെ പറയുന്നത് സംസ്കാരത്തെക്കുറിച്ചാണ്. സംസ്കാരം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലേ? എന്താണ് സംസ്കാരം? ഏതൊരു സമൂഹത്തിൽ ഉപയോഗിക്കുന്ന, അവ്യക്തമായി ഉപയോഗിക്കുന്ന ഒരു പദമാണ് സംസ്കാരം. സംസ്കാരത്തെ നമുക്ക് നിർവചിക്കാൻ കഴിയില്ല അല്ലേ? സംസ്കാരം എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത് കൊലേരെ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് സംസ്കാരം എന്ന പദമുണ്ടായത്. കൃഷി ചെയ്യുക, മണ്ണിൽ പണിയെടുക്കുക എന്നൊക്കെയാണ് ഈ കൊലേരെ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പം അതിൽ നിന്നാണ് കൾച്ചർ എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ സംസ്കാരം എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അത് ചിലപ്പോൾ എന്താണ്, ഓരോരുത്തരുടെ ജീവിത രീതിയുമായിട്ട് എന്ത് ചെയ്യാണ്, താരതമ്യം ചെയ്യുക അല്ലേ? എല്ലാവരും സംസ്കാരം ഒരുപോലെ ആവില്ലല്ലോ. അവർ വളരുന്ന ചുറ്റുപാടിനനുസരിച്ച്, അവർ വളരുന്ന വീട്ടിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോരുത്തരുടെയും കൾച്ചർ എന്ത് ചെയ്യും, സംസ്കാരം എന്ത് ചെയ്യും, മാറി മറിയും അല്ലേ? അപ്പോൾ സമൂഹ ശാസ്ത്രജ്ഞന്മാരും നരവംശ ശാസ്ത്രജ്ഞന്മാരും അവർ സംസ്കാരത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഒരുപാട് സാമൂഹിക പശ്ചാത്തലങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സംസ്കാരം എന്നത് ഒരു സമൂഹത്തിലുള്ള ഒരു പൊതുധാരണയാണല്ലേ? അതെങ്ങനെയാണെന്നാണ് പറഞ്ഞത്? മനുഷ്യർ ആർജിച്ചെടുക്കുന്നതാണ്. സമൂഹത്തിലുള്ള മറ്റുള്ളവരുമായി ബന്ധം പുലർത്തുമ്പോൾ, അതുപോലെ തന്നെ വളർന്നു വരുന്ന സാഹചര്യങ്ങളിലൂടെ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പൊതുധാരണയാണ് എന്ത്, സംസ്കാരം, കൾച്ചർ എന്ന് പറയുന്നത്. അതെന്താണ്? മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുകയും സ്വന്തമായിട്ടുള്ളൊരു വ്യക്തിത്വം നൽകുകയോ ചെയ്യുന്നത് നമ്മളുടെ കഴിവുകൾക്കനുസരിച്ചാണ്. അപ്പോൾ സംസ്കാരം എന്ന് പറഞ്ഞത് എന്താണ്, ഒരിക്കലും പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. അവ എങ്ങനെയാണ്, എപ്പോഴും മാറി മറിയുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സംസ്കാരം എന്നതിൽ തന്നെ ചില ഘടകങ്ങൾ സംസ്കാരത്തോട് കൂട്ടിച്ചേർക്കപ്പെടും. അതുപോലെ തന്നെ എന്താണ്, ചിലത് വിട്ടുകളയുകയും ചെയ്യും. ചില ഘടകങ്ങൾ എന്ത് ചെയ്യും, വികാസം പ്രാപിക്കുക, അതുപോലെ ചുരുങ്ങുക, പുനഃക്രമീകരിക്കുക, ഇങ്ങനെയൊക്കെ എന്താണ്, സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെ ഈ ധാരണയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ആരിൽ നിന്നാണ്? നമ്മുടെ കുടുംബാംഗങ്ങൾ, അതുപോലെ തന്നെ ഗണങ്ങൾ, സമുദായങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ നാം എന്ത് ചെയ്യുന്നു, ഇത്തരം കഴിവുകൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഇനി അതിൽ നോക്കുക, ഭിന്ന പശ്ചാത്തലങ്ങൾ, വ്യത്യസ്ത സംസ്കാരങ്ങൾ. ഭിന്ന പശ്ചാത്തലങ്ങൾ, വ്യത്യസ്ത സംസ്കാരങ്ങൾ. അപ്പോൾ മനുഷ്യൻ ജീവിക്കുന്നത്, എല്ലാവരും ഒരുപോലെ അല്ലല്ലോ മനുഷ്യന്മാർ ജീവിക്കുന്നത്. പലരും പല മേഖലയിൽ പല രീതിയിൽ ഒക്കെയാണ് ജീവിക്കുന്നത് അല്ലേ? കുന്നുകൾ, സമതലങ്ങൾ, വനങ്ങൾ, ഭൂപ്രദേശങ്ങൾ, മരുഭൂമികൾ, നദീതടങ്ങൾ, ദ്വീപുകൾ, വൻകരകൾ, ഇവിടെയൊക്കെയാണ് ആര് ജീവിക്കുന്നത്? നമ്മൾ മനുഷ്യന്മാർ ജീവിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, നഗരങ്ങൾ, ഇവിടെയൊക്കെ മനുഷ്യന്മാർ എന്ത് ചെയ്യുന്നു? ജീവിക്കുന്നു. അപ്പോൾ ഇവിടെയൊക്കെയുള്ള മനുഷ്യർ എന്ത് ചെയ്യാണ്? പ്രകൃതിയുമായി, അതുപോലെ സാമൂഹിക സാഹചര്യങ്ങളുമായിട്ടൊക്കെ ഇണങ്ങിച്ചേരുകയാണ്. അപ്പോൾ അവിടെ എന്തുണ്ടാകുന്നു? വ്യത്യസ്ത സംസ്കാരങ്ങൾ രൂപം കൊള്ളുന്നു.
അപ്പോൾ മനുഷ്യന്മാർ വ്യത്യസ്ത സംസ്കാരത്തിലാണ് കഴിയുന്നത് എന്ന് പറഞ്ഞു. അതിനൊരു ഉദാഹരണമായിട്ട് പറയുന്നത് എന്താണ്, 2004 ഡിസംബർ 26 ഉണ്ടായ ഒരു സുനാമി. എല്ലാവർക്കും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. സുനാമി ഉണ്ടായില്ലേ, ഏറ്റവും വലിയൊരു സുനാമി ഉണ്ടായി. അതിലെന്താണ്, ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. നമ്മളെ കേരളത്തിൽ, തമിഴ്നാട്ടിൽ, അതുപോലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ അവിടെയൊക്കെ എന്താണ്, സുനാമി ആകെ നാശം വിതക്കുകയാണ് ചെയ്തത്. അപ്പോൾ സുനാമി വന്നതുകൊണ്ട് നമ്മളിപ്പോൾ ഓരോ ഇതിങ്ങനെ കാണുമ്പോൾ പറയില്ലേ, ഓരോരുത്തരിങ്ങനെ നിഗമനം വെച്ച് ഓരോന്ന് പറയില്ലേ. അപ്പോൾ ഈ സുനാമി വന്നപ്പോൾ എന്താണ്, അവിടുത്തെ വൻകര ദ്വീപ് നിവാസികളുടെ, വൻകരയിൽ താമസിക്കുന്നവരും ദ്വീപിൽ താമസിക്കുന്നവരും അതുപോലെ ഗോത്ര സമുദായങ്ങളുടെയൊക്കെ പ്രതികരണങ്ങൾ വ്യത്യസ്തങ്ങളായിരുന്നു. എന്താണ്, വൻകരകളിലും ദ്വീപുകളിലും താമസിച്ചിരുന്ന ജനങ്ങൾ ആധുനിക ജീവിതം നയിച്ചവരായിരുന്നു. വൻകര അതുപോലെ ദ്വീപ് അവിടെയൊക്കെ ജീവിച്ചിരുന്നവരെങ്ങനെയാണ്, ആധുനിക ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. അവർക്ക് എങ്ങനെയാണ്, ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ അറിയാമായിരുന്നു. എന്നിട്ടും എന്താണ്, സുനാമി വരുന്നതിനെക്കുറിച്ച് അവർക്കൊരു മുൻകൂട്ടി കാണാനോ അതിന് പ്രതികരിക്കാനോ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, അവർക്ക് ഒരുപാട് ജീവഹാനിയും അതുപോലെ തന്നെ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചു. വൻകര ദ്വീപ് സമുദായത്തിൽ ആ ഭാഗങ്ങളിൽ അവർക്ക് മുൻകൂട്ടി ഒന്നും നല്ല ശാസ്ത്ര സാങ്കേതിക വിദ്യ അവരുടെ കൈവശമുണ്ട് എങ്കിലും എന്താണ്, മുൻകൂട്ടി ഒന്നും തന്നെ കാണാൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷേ ഗോത്ര സമുദായങ്ങളിൽപ്പെട്ട ഗോത്ര സമുദായത്തിൽ തന്നെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ബാലപാഠം പോലും അറിയാത്ത ഓൻഗസ്, ജറാവസ്, ഗ്രേറ്റ് ആൻഡമാൻസ്, ഷോംപെൻസ് എന്നീ ദ്വീപുകളിൽ താമസിച്ചിരുന്ന പ്രാകൃത ഗോത്ര സമുദായങ്ങൾ ഇവരെന്താ ചെയ്തത്, സുനാമി വരുന്നതിനെ എന്താണ്, അവരുടെ അനുഭവത്തിലൂടെ മുൻകൂട്ടി കാണുകയാണ്. അവരെന്ത് ചെയ്തു, ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറി താമസിച്ചു. അതുകൊണ്ട് തന്നെ അവരെന്താണ്, തിരമാലകളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ ഗോത്ര സമുദായങ്ങൾക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. എങ്കിലും അവരെന്താണ്, ആ വന്ന സുനാമിയിൽ നിന്നും അവർ രക്ഷപ്പെട്ടു. അവരെന്ത് ചെയ്തു, ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കാൻ അവർക്കൊരു മുൻധാരണ ലഭിച്ച പോലെ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് അവർ അത് ചെയ്തു. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉണ്ടായിട്ടും വൻകര ദ്വീപുകളിലെ ആളുകൾക്ക് ഒരുപാട് നാശങ്ങളുണ്ടായി. പക്ഷെ ഇതൊന്നുമില്ലാത്ത ഗോത്ര സമുദായങ്ങൾ രക്ഷപ്പെടുകയും ചെയ്തു. ഇനി നോക്കുക, സംസ്കാരത്തെ എങ്ങനെയൊക്കെയാണ് നിർവചിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കുക, ഇതിൽ ഒന്നാമത്തത് സംസ്കാരത്തെ നിർവചിച്ചത് എഡ്വേർഡ് ടൈലർ എന്ന ശാസ്ത്രജ്ഞനാണ്. എഡ്വേർഡ് ടൈലർ. നോക്കാട്ടോ, എഡ്വേർഡ് ടൈലർ എന്താണ് അദ്ദേഹം പറഞ്ഞത്, സമൂഹത്തിലെ ഒരംഗമെന്ന നിലയിൽ മനുഷ്യനാർജിച്ച വിജ്ഞാനം, സമൂഹത്തിലെ ഒരംഗമെന്ന നിലയിൽ മനുഷ്യനാർജിച്ച വിജ്ഞാനം, വിശ്വാസങ്ങൾ, കല, സദാചാരം, നിയമം, ആചാരം, മറ്റ് കഴിവുകൾ, ശീലങ്ങൾ എന്നിവയുടെ സങ്കീർണമായ ആകെത്തുകയാണ് സംസ്കാരം അഥവാ നാഗരികത. എന്താണ് പറഞ്ഞത്, സംസ്കാരത്തെക്കുറിച്ച് എഡ്വേർഡ് ടൈലർ പറഞ്ഞതാണ്, സമൂഹത്തിലെ ഒരംഗമെന്ന നിലയിൽ മനുഷ്യൻ എന്ത് ചെയ്യുന്നു, ആർജിച്ച വിജ്ഞാനം, അതുപോലെ തന്നെ വിശ്വാസം, കല, സദാചാരം, നിയമം, ആചാരം, മറ്റ് കഴിവുകൾ, ശീലങ്ങൾ, ഇതിൻ്റെയൊക്കെ ആകെത്തുകയായിട്ടാണ് അദ്ദേഹം എന്തെന്ന് പറയുന്നത്, സംസ്കാരത്തെ പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത് പറയുന്നത് നിർവഹണവാദ വീക്ഷണക്കാരനായിട്ടുള്ള പോളണ്ടിലെ ഒരു ശാസ്ത്രജ്ഞനാണ്. ആളെ പേരാണ് മാലിനോവ്സ്കി. കണ്ടില്ലേ, മാലിനോവ്സ്കി. ഇവിടെ എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, മാലിനോവ്സ്കി എന്താ പറഞ്ഞിട്ടുള്ളത്, പൂർവാർജിത വസ്തുക്കൾ, സാധനങ്ങൾ,
സാങ്കേതിക പ്രക്രിയകൾ, ആശയങ്ങൾ, ശീലങ്ങൾ, മൂല്യങ്ങൾ എന്നിവയടങ്ങുന്നതാണ് സംസ്കാരം എന്നാണ് മാലിനോവ്സ്കി, നിർവഹണവാദ വീക്ഷണത്തിൻ്റെ നരവംശാസ്ത്രജ്ഞനാണ് മാലിനോവ്സ്കി. അദ്ദേഹം പറഞ്ഞതാണ് പൂർവാർജിത വസ്തുക്കൾ, സാധനങ്ങൾ, സാങ്കേതിക പ്രക്രിയകൾ, ആശയങ്ങൾ, ശീലങ്ങൾ, മൂല്യങ്ങൾ എന്നിവയുടെ ഒരാകെത്തുകയാണ് സംസ്കാരം. നെക്സ്റ്റ് നോക്കുക, ക്ലിഫോർഡ് പറയുന്നത് എന്താണ്? ക്ലിഫോർഡ് ഗേറ്റ്സ് പറയുന്നത് എന്താ? മനുഷ്യൻ അവൻ സ്വയം നെയ്തെടുത്ത പ്രാധാന്യത്തിൻ്റെ വലകളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ജീവിയാണ്. ആ വലകളെ ഞാൻ സംസ്കാരമായി കരുതുന്നു. കാരണങ്ങൾ വിശദീകരിക്കാനല്ല, ഈ അന്വേഷണം അർത്ഥങ്ങൾ കണ്ടെത്താനാണ്. ക്ലിഫോർഡ് ഗേറ്റ്സ് പറയുന്നു. ക്ലിഫോർഡ് ഗേറ്റ്സ് പറയുന്നതാണ് എന്താണ്? മനുഷ്യൻ അവൻ എന്ത് ചെയ്യുന്നു? സ്വയം നെയ്തെടുത്ത ഒരു വലകളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ജീവിയായിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ വലകളെ എന്ത് ചെയ്യുന്നു? അവർ സംസ്കാരമായിട്ടാണ് കാണുന്നത്. കാരണങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ടല്ല, അർത്ഥങ്ങൾ കണ്ടെത്താൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാണ് ക്ലിഫോർഡ് ഗേറ്റ്സ് പറയുന്നത്. നെക്സ്റ്റ്, ലെസ്ലി വൈറ്റ് പറയുന്നത് എന്താ? ഒരു പ്രത്യേക സ്രോതസ്സിൽ നിന്നുള്ള ജലത്തെ ജനങ്ങൾ വിശുദ്ധമായി കാണും. അപ്പോൾ അതുകൊണ്ട് ഈ വിശുദ്ധ ജലം കൊണ്ട് ഒരു വസ്തുനിഷ്ഠ യാഥാർത്ഥ്യത്തിന് അർത്ഥം ചേർക്കുന്ന ഒരു മാർഗമായാണ് ലെസ്ലി വൈറ്റ് സംസ്കാരത്തെ കണ്ടത്. അപ്പോൾ ലെസ്ലി വൈറ്റിൻ്റെ അഭിപ്രായത്തിൽ സംസ്കാരം എന്ന് പറയുന്നത് ഒരു വസ്തുനിഷ്ഠ യാഥാർത്ഥ്യത്തിന് അർത്ഥം നൽകുന്ന ഒരു മാർഗം എന്നാണ് ലെസ്ലി വൈറ്റ് പറയുന്നത്. അപ്പോൾ സംസ്കാരത്തെക്കുറിച്ച് പലരുടെയും ആശയങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി മാലിനോവ്സ്കി തന്നെ, നിർവഹണവാദ വീക്ഷണക്കാരനായിട്ടുള്ള മാലിനോവ്സ്കി തന്നെ ഒരു പറയുന്ന കാര്യം നോക്കുക. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് പടിഞ്ഞാറൻ ശാന്തസമുദ്രത്തിലെ ഒരു ദ്വീപിൽ മാലിനോവ്സ്കി അകപ്പെട്ടുപോയി. അങ്ങനെ പഠനവിധേയമാക്കുന്ന സമൂഹത്തിൽ ദീർഘകാലം തങ്ങുന്നതിൻ്റെ മൂല്യം അദ്ദേഹം മനസ്സിലാക്കി. ഇത് ഫീൽഡ് വർക്കിൻ്റെ പാരമ്പര്യം സ്ഥാപിച്ചെടുക്കുന്നതിന് കാരണമായി തീർന്നു. ഫീൽഡ് വർക്ക് ഗവേഷണ പഠനത്തിൻ്റെ പ്രധാന ഭാഗമായി മാറുകയും ചെയ്തു. അപ്പോൾ മാലിനോവ്സ്കി എന്താണ് ചെയ്തത്? പടിഞ്ഞാറൻ ശാന്തസമുദ്രത്തിലെ ഒരു ദ്വീപിൽ അകപ്പെട്ടുപോയി. അതുകൊണ്ട് തന്നെ അന്ന് അവിടെ തങ്ങേണ്ടി വന്നത് കൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യാണ്? അവരുടെ ഇടയിൽ, അവിടുത്തെ ആളുകളുടെ ഗോത്ര സമുദായങ്ങളുടെ ഇടയിൽ കിടന്ന എന്താണ്? ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞാൽ പഠനം നടത്തുന്നതാണ്. അവരുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് പഠനം നടത്തുകയാണ്. ആ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ മാലിനോവ്സ്കിയാണ് അവിടെ ഇരിക്കുന്നത്. ആ ഫീൽഡ് വർക്ക് അവരുടെ ഇടയിൽ അവരോടൊപ്പം ജീവിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? ഒരു ഫീൽഡ് വർക്ക് ചെയ്യാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഒരു ഫീൽഡ് വർക്ക് ചെയ്യുന്നതിലൂടെ പഠിക്കേണ്ട ജനതയെക്കുറിച്ചൊരു ഫീൽഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ അത് ഏതൊരു ഗവേഷകൻ്റെ പഠനത്തിൻ്റെയും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി അത് മാറുകയാണ് എന്നാണ് മാലിനോവ്സ്കി പറയുന്നത്. ഇനി അതുപോലെ തന്നെ പറയാണ്, അമേരിക്കയിലെ നരവംശാസ്ത്രജ്ഞനായ ആൽഫ്രഡ് ക്രോബറും ക്ലൈഡ് ക്ലൂഖോനും. ഇവിടെ നോക്കുക, ഈ ഭാഗം ആൽഫ്രഡ് ക്രോബർ, ക്ലൈഡ് ക്ലൂഖോന് അവരെന്താണ്? സംസ്കാരത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. 1952 കൾച്ചർ, എ ക്രിട്ടിക്കൽ റിവ്യൂ ഓഫ് കോൺസെപ്റ്റ്സ് ആൻഡ് ഡെഫിനിഷൻസ് എന്നൊരു ഗ്രന്ഥം അവർ പ്രസിദ്ധീകരിച്ചു. 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് കേട്ടോ, എപ്പോഴും ചോദിക്കുന്നതാണ്. ആൽഫ്രഡ് ക്രോബറും ക്ലൈഡ് ക്ലൂഖോനും പ്രസിദ്ധീകരിച്ച ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ്? കൾച്ചർ, എ ക്രിട്ടിക്കൽ റിവ്യൂ ഓഫ് കോൺസെപ്റ്റ്സ് ആൻഡ് ഡെഫിനിഷൻസ്. 1952 പ്രസിദ്ധീകരിച്ചത്. ആൾക്കാർ മറക്കണ്ട, ആൽഫ്രഡ് ക്രോബർ, ക്ലൈഡ് ക്ലൂഖോന്. അപ്പോൾ ഇനി നോക്കുക, സംസ്കാരത്തെക്കുറിച്ച്
എന്തൊക്കെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്നാണ് പറയുന്നത്. നോക്കുക. സംസ്കാരം, ഈ പറയുന്ന ഭാഗം ഉണ്ടല്ലോ, ഇതെന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. സംസ്കാരം എന്നാൽ ചിന്ത, മനോഭാവം, വിശ്വാസം എന്നിവയുടെ ഒരു രീതി. അതിലൊരു കുറച്ച് പോയിൻറ്റ്സ് ആക്കിയിട്ട് പറഞ്ഞേക്കാണ്. ഒന്നാമത്തെ എന്താണ്? ചിന്ത, മനോഭാവം, വിശ്വാസം എന്നിവയുടെ ഒരു രീതിയാണ്. രണ്ടാമതായി പറയുന്നത് ഒരു ജനതയുടെ മൊത്തം ജീവിത രീതിയാണ്. മൂന്നാമതായി പറയുന്നത് ഒരു പെരുമാറ്റത്തിൽ നിന്നുള്ള അമൂർത്തീകരണമാണ്. നാലാമതായിട്ട് പറയുന്നു അഭ്യസിച്ച പെരുമാറ്റമാണ്. അഞ്ചാമതായിട്ട് പഠന സഞ്ചയങ്ങളുടെ ഒരു കലവറയാണ്. ആറാമതായിട്ട് വ്യക്തി തൻ്റെ ഗണത്തിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന സാമൂഹ്യ പൈതൃകമാണ്. ഏഴാമതായിട്ട് ആവർത്തിത പ്രശ്നങ്ങളോടുള്ള ഒരു കൂട്ടം നിലവാരപ്പെടുത്തിയ പൊരുത്തപ്പെടലാണ്. എട്ടാമതായിട്ട് പെരുമാറ്റത്തെ നൈതികമായി നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനമാണ്. ഇത്രയാണ് സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സംസ്കാരം എന്താണ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ കുറേ ആൾക്കാരെ കൊട്ടേഷൻസ് പഠിച്ചു. അപ്പോൾ അതിനേക്കാൾ ഉപരി എന്ത് ചെയ്യുക, ഈ ഒരു ബോക്സിൽ തന്നത് കാണാതെ പഠിച്ചു വെക്കുക. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഭാഗമാണ് കേട്ടോ. എന്താണ് സംസ്കാരം എന്നൊക്കെ 2 മാർക്കിനൊക്കെ ചോദിക്കും. അപ്പോൾ ഇത് എഴുതി വെച്ചാലും മതി. അപ്പോൾ പിന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, എന്നാൽ ഇത്രയും മതി. ബാക്കി നമുക്ക് എന്ത് ചെയ്യുക, അടുത്ത ക്ലാസ്സിലെടുക്കുക. ഓക്കെ, എന്നാൽ അസ്സലാമു അലൈക്കും.